അനേക കുഞ്ഞുങ്ങൾ, അനേക യുവാക്കൾ ഈ ദേശം കടന്നു വരാറുണ്ട്. പലരും ചോദിച്ചു ഞങ്ങൾ എവിടെ ആരംഭിച്ചു പോകണം, എവിടത്തേക്കാണ് ഞങ്ങളെ ഗൈഡ് ചെയ്യാൻ പറ്റുന്നത്. സോ ഞങ്ങൾക്ക് വലിയ ആൻസർ ആ സമയങ്ങളില്ലായിരുന്നു. എങ്കിലും ഞങ്ങളുടെ പരിചയത്തിലുള്ള ദേവദാസന്മാരുടെ അടുക്കിലേക്ക് നമുക്ക് ഉൾക്കൊള്ളുവാനും സമാധാനം സൂക്ഷിക്കാൻ പറ്റിയ ദേവദാസന്മാരുടെ അടുക്കിലേക്ക് അവരെ ഞങ്ങൾ വിടുമായിരുന്നു. പക്ഷേ ഇന്ന് ഞാൻ പറഞ്ഞല്ലോ, സന്തോഷവും അഭിമാനവും തോന്നുന്നു പറയാൻ കാരണം ഞങ്ങളുടെ പ്രിയ കുഞ്ഞുങ്ങൾ കടന്നു വരുമ്പോൾ അവരെ കൈകൊള്ളുവാൻ ഒരു സംവിധാന ദൈവം നമുക്ക് ദുബായി തന്നിരിക്കുകയാണ്. പ്രത്യേക അതിനുവേണ്ടി ഇനീഷ്യൽ സ്റ്റെപ്പ് എടുക്കുവാൻ കർത്താവിന്റെ ദാസനെ ദൈവം ഉപയോഗിച്ചതോടെ ദൈവത്തിന് നന്ദി പറയുന്നു. അദ്ദേഹം നമുക്കറിയാം, ഉമ്മൽക്കുമല്ല അനുഗ്രഹിക്കപ്പെട്ട രീതിയിൽ ബിസിനസ് ചെയ്തുകൊണ്ടിരുന്ന സമയത്ത് തന്നെ ദൈവത്തിന്റെ നിയോഗം ദൈവദാസന്മാരിൽ കടന്നു വന്ന് അതേ നമ്പിച്ചാൻ തന്നെ കർത്താവിന്റെ ദാസനെ ദൈവരാജ്യത്തിന്റെ വ്യാപ്തിക്ക് വേണ്ടി പ്രാർത്ഥിച്ച് വേർതിരിക്കുകയായി തീർന്നു. അതുകൊണ്ട് ഞാൻ ശ്രദ്ധിക്കുകയാണ്, ആ സഭയുടെ വ്യത്യാസങ്ങൾ ശ്രദ്ധിക്കുകയായിരുന്നു. സഭ മേൽക്കുമേൽ അഭിവൃദ്ധി പ്രാപിച്ചു വരുന്നതും ദൈവജനം ഔട്ട്കം കൊണ്ടുവന്ന് ദൈവരാജ്യത്തിന് വേണ്ടി വളർന്നു വരുന്നത് കാണുവാൻ വേണ്ടി ദൈവത്തിയാക്കി കർത്താവിന്റെ ദാസ ദൈവം ആ നിലവാരങ്ങൾ ഉപയോഗിക്കുന്നവർക്ക് നന്ദി പറയുകയാണ്. പ്രത്യേകിച്ച് കൊറോണയുടെ സെക്കൻഡ് പീക്ക് ടൈം വരുന്ന സമയത്ത് ഞങ്ങളുടെ ദേശങ്ങളിൽ കേരളത്തിൽ വളരെ രൂക്ഷമാകുന്ന അനുഭവങ്ങൾ കൂടി കടന്നു പോകുന്ന ഒരു സാഹചര്യം ഉണ്ടാകുകൊണ്ട് ഇടയായി ചേർന്നു. പ്രത്യേകിച്ച് ഒരു ദൈവദാസൻ പെട്ടെന്ന് ഒരു ഫോൺ കോൾ ചെയ്തു, നമ്മുടെ ദൈവദാസന്മാർ വളരെ ക്ഷാമങ്ങളിൽ കൂടി കടന്നു പോകുന്നു, യു ഹാവ് ടു ഡു സംതിങ്. ഇത് എൻ്റെ അമ്മ എപ്പോഴും എന്നോട് പറയും, എടാ യു ഹാവ് ടു ഡു സംതിങ്. പക്ഷെ എന്തുകൊണ്ടോ പലതിലും പുറകോട്ട് മാറി നിൽക്കുന്ന ഒരു അവസ്ഥ എനിക്കും ഉണ്ടായിരുന്നു. പക്ഷെ ഈ വാക്കും രണ്ട് വാക്കും കൂടി കേട്ട് വന്നപ്പോഴത്തേക്ക് വളരെ വിഷമം തോന്നി. ഞങ്ങൾ കോർഡിനേഷൻ ക്രമീകരിച്ച പ്രവർത്തനങ്ങൾക്ക് ഇനിഷ്യേറ്റ് ചെയ്യുവാനിടയായിരുന്നു. ഏകദേശം 3 ഡിസ്ട്രിക്റ്റുകൾ ഞങ്ങൾ അക്യൂട്ട് ചെയ്തു. പ്രിയ കർത്താവിന്റെ ദാസനും ഞങ്ങളോട് കടന്നു വന്ന് ഞങ്ങളൊരു കോൺഫറൻസിന് വേണ്ടി മലബാറിലേക്ക് പോകുവാനിടയായി തീർന്നു. പ്രത്യേകിച്ച് റീസണബിൾ ആകുന്ന കാര്യങ്ങൾക്ക് ആൾക്കാരെ സഹായിക്കണമെങ്കിൽ നമുക്ക് ഉറപ്പുണ്ട്, ഞങ്ങൾ ജീവിതത്തിൽ ദൈവം പഠിപ്പിച്ച കാര്യമാണ്, വി ആർ നോട്ട് ഗോയിങ് ടു ബെഗ് ടു എനിവൺ. പക്ഷേ ദൈവത്തിനറിയാൻ തന്റെ കുഞ്ഞുങ്ങൾ വിശന്നിരിക്കുമ്പോൾ അവരെ എങ്ങനെ പോഷിപ്പിക്കണമെന്ന് കർത്താവിന് അറിയാം. അങ്ങനെ ആ ഒരു അനോയിന്റിംഗ് കടന്നു വന്നപ്പോൾ ഈ കർത്താവിന്റെ ദാസൻ തന്നെ ചോദിക്കാതെ തന്നെ ഒരു കോൺട്രിബ്യൂഷൻ മന്ത്ലി ആ ദേവദാസന്മാർക്ക് കൊടുക്കുവാൻ വേണ്ടി മനസ്സ് കാണിച്ചു. നമ്മൾ വലിയൊരു മനസ്സ് കാണിച്ച ദേവദാസൻ ഈ ദേശത്ത് കടന്നു വന്നത് തന്നെ ഒരു വലിയൊരു മുഖാന്തരമായി തീരുവടിയായി തീർന്നു. ഹല്ലേലൂയ. ഞാൻ വിശ്വസിക്കുന്നു UAE മാത്രമല്ല മറ്റ് ഇതര രാജ്യങ്ങളിലേക്കും, പ്രത്യേകിച്ച് നമ്മുടെ ന്യൂ ഇന്ത്യ ചർച്ച് ഓഫ് ഗോഡ് എന്ന പ്രവർത്തനം തുടങ്ങുമ്പോൾ അതിന്റെ ഉദ്ദേശം നവഭാരതം, കർത്താവിന് വേണ്ടിയിട്ടുള്ളൊരു ഭാരതം എന്നുള്ളൊരു കൺസെപ്റ്റിലാണ് ദേവദാസന്മാർ ദൈവം ആശയം കൊടുത്തത്. പ്രത്യേകിച്ച് നോർത്ത് ഇന്ത്യയുടെ ദേശം കൂടി കടന്നു പോകുമ്പോൾ നമ്മുടെ ബോർഡുകൾ കാണാൻ റെഡിയാക്കുന്നതിന്റെ കാര്യം എന്താണെന്ന് അറിയാവോ? ഭാരത സുവിശേഷീകരണത്തിന് വേണ്ടി നിയുക്തമാകുന്ന രീതിയിൽ കർത്താവിന്റെ ദാസന്മാർ ദൈവം ഉപയോഗിച്ചത് കൊണ്ടാണ്. പ്രിയ പിതാവ് അങ്ങനെ ഒരു മാതൃക നമുക്ക് കാണിച്ചു തന്നെങ്കിൽ അനുഗ്രഹിക്കപ്പെടുന്ന ലീഡർഷിപ്പിനെ ദൈവം നമുക്ക് തന്നിരിക്കുകയാണ്. അവരുടെ കൂടെ നിന്നുകൊണ്ട് ദൈവരാജ്യത്തിന്റെ വക്താക്കളായി നിന്നുകൊണ്ട് ഈ ദൈവരാജ്യത്തിന് വേണ്ടി പ്രവർത്തിക്കുവാൻ ഇവിടെ കടന്നു വന്ന ഓരോരുത്തരെയും കർത്താവ് സഹായിക്കുവാനുള്ള എല്ലാവിധ ആശംസകളും അനുഗ്രഹങ്ങൾ പ്രിയപ്പെട്ടവർക്ക് ഞങ്ങൾ നേരുകയാണ്. ഞങ്ങൾ ആരും ഒറ്റയ്ക്കല്ല, നമ്മളെല്ലാവരും ഒരുമിച്ച് കർത്താവിന്റെ രാജ്യത്തിന് വേണ്ടി ഈ ദേശങ്ങൾ പ്രവർത്തിക്കാൻ വേണ്ടി മുന്നോട്ട് പോവുകയാണ്. ദൈവമായ കർത്താവ് നമ്മളെ സഹായിക്കട്ടെ. താങ്ക് യു. നല്ല വാക്കുകൾക്കായി ദൈവത്തെ സ്തുതിക്കുന്നു. പ്രിയ റോയ് ബ്രദർ നമ്മുടെ കാസർഗോഡിന് വേണ്ടി, മലബാറിന് വേണ്ടി കരയുന്നൊരു വ്യക്തിയാണ്. പലപ്പോഴും മലബാറിലെ ഓരോ പ്രശ്നങ്ങളും കേൾക്കുമ്പോൾ നെഞ്ചിലേറ്റി അവിടുത്തെ ദുഃഖങ്ങളും ഭാരങ്ങളും ഒക്കെ പറയാറുണ്ട്. ആ ദേശത്തെ വേലയോടുത്ത് ഭാരപ്പെടുന്നു. ദൈവ വേലയ്ക്ക് വേണ്ടി കൂടുതലായി പ്രയോജനപ്പെടുവാൻ സ്വർഗം ഇടയാക്കട്ടെ എന്ന് ഞാൻ പ്രാർത്ഥിക്കുന്നു. ഇനി അടുത്ത് ഇന്നത്തെ നമ്മുടെ കർത്താവിന്റെ പ്രിയ ബ്രദർ പ്രിൻസ് മുന്നോട്ട് വന്ന് താങ്ക്സ് പറയാൻ, ഗോഡ് ഓഫ് താങ്ക്സ് പറയാൻ വേണ്ടിയാണ്. സമയം തീർന്നു. ഒരു 5 മിനിറ്റ് കൂടെ മുന്നോട്ട് പോകാം. പെട്ടെന്ന് പ്രൈസ് ലോർഡ്. ദൈവത്തിന്റെ അതിവിശുദ്ധമായ നാമം വാഴ്ത്തപ്പെടുമാറാകട്ടെ. ഈ അനുഗ്രഹിക്കപ്പെട്ട ഈ സന്ധ്യക്കായി ദൈവത്തെ സ്തുതിക്കുന്നു. സമയം മുന്നോട്ട് പോയതുകൊണ്ട് ഞാൻ ദീർഘിക്കാൻ ആഗ്രഹിക്കുന്നില്ല. ഇങ്ങനൊരു ചർച്ച്, ന്യൂ ചർച്ച് ഓഫ് ഗോഡിന്റെ ഒരു ബ്രാഞ്ചൂടെ നമുക്ക് ദുബൈയിൽ ഓപ്പൺ ചെയ്യുവാൻ ഇവിടെയാക്കിയല്ലോ. അതിനായിട്ട് ദൈവത്തെ സ്തുതിക്കുന്നു. പ്രത്യേകം 1-2 വാക്കുകൾ മാത്രം ഞാൻ പറഞ്ഞത് ദിവസത്തിലിരിക്കുവാൻ ആഗ്രഹിക്കുന്നു. പ്രത്യേകം ന്യൂ ചർച്ച് ഓഫ് ഗോഡിന്റെ ജനറൽ സെക്രട്ടറി ആയിരിക്കുന്ന കർത്താവിന്റെ അഭിഷക്തൻ ഇന്ത്യക്കകത്തും ഇന്ത്യക്ക് പുറത്തും അതിശക്തമായി ദൈവം ഉപയോഗിക്കുന്ന കർത്താവിന്റെ ദാസൻ പാസ്റ്റർ ബിജിത് തമ്പി അവറുകൾ ഞങ്ങൾ ഈ കാര്യം പറഞ്ഞപ്പോൾ തന്നെ ഒരു മടിയും കൂടാതെ ഇതിനു വേണ്ടിയിട്ട് തന്നെ ഈ രാജ്യത്ത് കടന്നു വരുവാനും തന്റെ മനസ്സിലെ ആഗ്രഹം ഞങ്ങളോടൊപ്പം ഇന്ന് രാവിലെയൊക്കെ ചർച്ചിൽ പങ്കിടുവാനൊക്കെ ഇടയാക്കിയവർക്ക് ദൈവത്തെ സ്തുതിക്കുന്നു. പ്രത്യേക ന്യൂ ചർച്ച് കുടുംബത്തിന്റെ നാമത്തിലുള്ള എല്ലാ സ്നേഹവും നന്ദിയും അറിയിക്കുന്നു. ദൈവം അനുഗ്രഹിക്കുമാറാട്ടെ. അതോടൊപ്പം തന്നെ GCCയുടെ പ്രസിഡന്റ് ആയിരിക്കുന്ന പാസ്റ്റർ റജി കുര്യൻ അവറുകൾ ദോഹയിൽ നിന്ന്, ഖത്തറിൽ നിന്ന് ഇവിടേക്ക് കടന്നു വരുവാനായിട്ട് ഇടയായിത്തീർന്നു. പ്രിയ കർത്തദാസനുമുള്ള ന്യൂ ചർച്ച് കുടുംബത്തിന്റെ നാമത്തിലുള്ള എല്ലാ സ്നേഹവും വന്ദനങ്ങളും ഞങ്ങൾ ഈ തരണത്തിൽ അറിയിക്കുന്നു. അതോടൊപ്പം തന്നെ
ഞങ്ങളെ സ്നേഹിക്കുകയും ഞങ്ങൾ ഈ കാര്യങ്ങൾ പറഞ്ഞപ്പോൾ അതിനുവേണ്ടി പ്രയത്നിക്കുകയും ഞങ്ങൾ ഇങ്ങനൊരു മീറ്റിംഗ് അവിടെ അറേഞ്ച് ചെയ്തപ്പോൾ ഞങ്ങൾ ഒരു മടിയും കൂടാതെ കൊണ്ട് ബന്ധപ്പാടുകളുടെ നടുവിലും കടന്നു വന്ന എല്ലാവരും നന്ദി അറിയിക്കുന്നു. അതോടൊപ്പം തന്നെ പ്രത്യേക അബുദാബിയിൽ കടന്നു വന്ന ഡോക്ടർ ചെറിയാൻ, പാസ്റ്റർ ബെന്നി, അതോടൊപ്പം തന്നെ പാസ്റ്റർ ദേവസി, അതോടൊപ്പം ന്യൂഡിയയിലെ ലോക്കൽ ചർച്ചകളിൽ പ്രവർത്തിക്കുന്ന അനേക ദേവദാസന്മാരുണ്ട്. അതോടൊപ്പം കഴിഞ്ഞ നാളുകൾ ഞങ്ങൾ ഒരുമിച്ച് ആരാധിക്കുകയും മറ്റ് ദേശങ്ങളിലേക്ക് ഇപ്പോൾ മാറിപ്പോയവരും ഞങ്ങളുടെ സുഹൃത്തുക്കളായിട്ടും അതുപോലെ തന്നെ ഞങ്ങളുടെ റിലേറ്റീവ്സ് ആയിട്ടുള്ളവരൊക്കെ പറഞ്ഞപ്പോൾ കടന്നു വരുവാൻ ഇടയായി തീർന്നു. അവരുടെ എല്ലാവരോടുള്ള നന്ദി തണുപ്പ് അറിയിക്കുന്നു. അതോടൊപ്പം തന്നെ ഒരു വാക്ക് നന്ദി വാക്ക് പറയാതെ പോയാൽ അത് ദൈവത്തിന്റെ തെറ്റാണ്. ഞങ്ങളുടെ കർത്തദാസന്മാർ പാസ്റ്റർ എബ്രഹാം കുര്യാക്കോസ്, അതോടൊപ്പം തന്നെ പാസ്റ്റർ സാമുവൽ, ഇവരാണ് ഇതിനു വേണ്ടിയിട്ട് ഇത്ര ഇനിഷ്യേറ്റീവ് എടുക്കുകയും ഞങ്ങളുടെ സഭയെ അതിനുവേണ്ടി പ്രോത്സാഹിപ്പിക്കുകയും ഒക്കെ ചെയ്തത്. അവരുടെ കഴിഞ്ഞ നാളുകളിലെ പ്രാർത്ഥന സഭയിൽ പറഞ്ഞ് ഞങ്ങൾ പ്രാർത്ഥന ഒരുമിച്ച് ആഗ്രഹിച്ചു. അതിനുവേണ്ടി അവർ അഘോരാത്രം പ്രയത്നിക്കുവാൻ ഒക്കെ ഇടയായി. പ്രത്യേക ഉമ്മൽക്കോൻ ചർച്ചിന്റെ നാമത്തിലുള്ള എല്ലാ നന്ദിയും രണ്ട് കർത്തൃനാമത്തെ ഞങ്ങൾ അറിയിക്കുന്നു. അതോടൊപ്പം തന്നെ ഇന്നത്തെ ഇനാഗ്രേഷൻ ഈ മീറ്റിംഗ് ഇത്ര മംഗളമായി അത്ര അനുഗ്രഹമായി തീർക്കുവാൻ ഇതിന് പിന്നിൽ പ്രവർത്തിച്ച ഉമ്മൽക്കോൻ ചർച്ചിലെ എല്ലാവരോടുമുള്ള നന്ദി പ്രാവശ്യം അറിയിക്കുന്നു. ദൈവം നമ്മളെ ധാരാളമായി അനുഗ്രഹിക്കുമാറാകട്ടെ. സ്വാഗതം ചെയ്യുന്നു. നമ്മുടെ ഈ ദുബൈ പട്ടണത്തിലെ പ്രവർത്തനങ്ങൾക്ക് വേണ്ടി ആക്റ്റീവായി പ്രവർത്തിക്കുക മാത്രമല്ല, അടുത്ത ദൈവദാസനായിട്ട് കർത്താവദാസന്മാർ വരുമ്പോൾ ബൈബിൾ കോളേജൊക്കെ പഠിച്ച് കഴിഞ്ഞതാണ്. ഈ ദിവസങ്ങളിൽ ശുശ്രൂഷ ചെയ്തുകൊണ്ടിരിക്കുന്നു. കഴിഞ്ഞ ദിവസം ഞങ്ങളുടെ നാട്ടിൽ ചെന്ന് ഒരു മെസ്സേജ് ഒക്കെ കൊടുത്തു വരുവാനിടയായി. നിങ്ങളുടെ ദേശത്തേക്ക് അയക്കണം ഇവരെയുള്ള കുഞ്ഞുങ്ങളെ എന്ന് പറയുവാനിടയായി. നല്ല അനുഗ്രഹിക്കപ്പെട്ട ഒരു മെസ്സേജ് അവിടെ കൊടുക്കുവാനിടയായി. ഈ നാടുകളിൽ ഒരു ട്രെയിനിങ് സെന്റർ പോലെ ഉമ്മൽക്കോൻ ചർച്ച് ചിലരെ വളർത്തിക്കൊണ്ടിരിക്കുകയാണ്. ഏത് എമിറേറ്റ്സിലും വേറെ എവിടുന്നും ദൈവദാസന്മാർ അവിടുന്ന് തന്നെ ഞങ്ങൾ വാർത്തെടുത്ത് ദേശത്തേക്ക് അയക്കുവാനാണ് ആഗ്രഹിക്കുന്നത്. നമുക്ക് എല്ലാവർക്കും ഒരുമിച്ച് ഒരു പാട്ട് പാടുമ്പോൾ നീ സന്തോഷിച്ച് കൈ അടിച്ച് ദൈവസന്നിധിയിൽ മനസ്സ് തുറന്ന് ഒന്ന് ആരാധിച്ച് കടന്നു പോകാൻ നമ്മളെ തന്നെ സമർപ്പിക്കാം. ഭരിക്കുമെന്നോർത്തുകൊണ്ട്
എല്ലാവരും ഇരുന്നാട്ട് നമുക്ക് പ്രാർത്ഥിച്ച് ആശീർവാദം പറയാൻ പോവുകയാണ്. പ്രധാനദാസൻ സാവകാശം കൊണ്ടുവരുന്നു. ദേവദാസന്മാർ ദേവദാസന്മാരെല്ലാം മുന്നോട്ട് കടന്നു വന്ന ഇവിടുത്തെ പ്രവർത്തനങ്ങളെ ഞങ്ങൾ ഒരുമിച്ചാണ് ഈ ദേശത്തിലെ ദുബൈയിലെ പ്രവർത്തനങ്ങൾ ഞങ്ങളെ പ്രാർത്ഥിച്ച് അനുഗ്രഹിച്ച് നമുക്കെല്ലാം പ്രതിപക്ഷം നമ്മുടെ കരങ്ങളെ ഈ ദേവദാസന്മാരുടെ പേര് നമ്മൾ നീട്ടാം. നമുക്ക് അനുഗ്രഹത്തിന്റെ വാക്കുകൾ ആരെങ്കിലും ഇവിടെ നൽകുകയാണ്.
ഹല്ലേലൂയ. ദിവസമാരുടെ പാസ്റ്റർ സ്റ്റീഫൻ. താങ്ക് യു ജീസസ്, താങ്ക് യു ജീസസ്, താങ്ക് യു ജീസസ്. എല്ലാവരും അനുഗ്രഹത്തിന്റെ വാക്കുകൾ ഇവരുടെ മേൽ നമുക്ക് പ്രസ്താവിക്കാം. ശാന്താലാബ റിഖാദാലാബ റബ്ബാന ലിബിരി കിയാദാലാബ റുബ്ബാബ ഹംദാലാബ റിഖാദാലാബ റുബ്ബാബ. നല്ല സന്ദർഭത്തിനായി സ്തോത്രം. കർത്താവേ, ഹിന്ദുവിൽ ആരംഭിക്കുന്ന പ്രവർത്തനത്തിനായി ദൈവത്തെ സ്തുതിക്കുന്നു. ഈ ദൈവദാസന്മാർക്ക് വേണ്ടി ഞങ്ങൾ ഒരുമിച്ച് പ്രാർത്ഥിക്കുന്നു. കർത്താവേ, അപ്പോസ്തലന്മാരുടെ കാലത്ത് അവർ ഒരുമിച്ച് ഉപവസിച്ച് പ്രാർത്ഥിച്ചുകൊണ്ടിരിക്കുമ്പോൾ പൗലോസിനെയും ശീലാസിനെയും കർത്താവിന്റെ വേലയ്ക്ക് വേണ്ടി വേർതിരിപ്പാൻ പരിശുദ്ധാത്മാവ് സംസാരിച്ചു ദൈവത്തിൽ വായിക്കുന്നല്ലോ. അപ്പോസ്തലന്മാർ അവരുടെ മേൽ കൈവച്ചു, അവരെ പ്രാർത്ഥിച്ച് അയച്ചുവെന്ന് ദൈവത്തിൽ വായിക്കുന്നു. ആ പ്രകാരം നിന്റെ ദാസന്മാരായ ഞങ്ങൾ ഒരുമിച്ച് ചേർന്ന് കർത്താവേ, പ്രിയപ്പെട്ടവരെ കൈവച്ച് പ്രാർത്ഥിക്കുന്ന അവസരത്തിൽ ദൈവത്തിന്റെ അളവറ്റ ശക്തി, ഉയരത്തിലെ ശക്തി കർത്താവേ വ്യാപരിക്കപ്പെടേണ്ട കർത്താവേ, ഈ ദേശത്തിൽ തീകഷ്ണമായി അനേക ആത്മാക്കളെ ദൈവത്തിനായി ആദായപ്പെടുത്തുവാൻ കർത്താവേ, പാപത്തിൽ ഇരുട്ടിലും കിടക്കുന്ന അനേകർ വഴി കാട്ടുവാൻ ഈ പ്രിയപ്പെട്ടവരുടെ ദൈവത്തിന്റെ കൃപ ധാരാളമായി വ്യാപരിക്കപ്പെടേണ്ട കർത്താവേ, പിതാവിന്റെയും പുത്രന്റെയും പരിശുദ്ധാത്മാവിന്റെ നാമത്തിൽ ഈ പ്രിയപ്പെട്ടവരെ രണ്ടുപേരെയും ദൈവനാമ മഹത്വത്തിനായി ഈ ദേശത്തെ വേലയ്ക്കായി കർത്താവെ വേദനിച്ച് പ്രാർത്ഥിക്കുന്നു. കർത്താവ് പ്രാർത്ഥന കേട്ടുകൊണ്ട് സ്തോത്രം. മഹത്വമെല്ലാം അങ്ങേക്ക് യേശുവിൻ നാമത്തിൽ തന്നെ. ഹല്ലേലൂയ. കർത്താവ് നിങ്ങളുടെ കൂടെ ഉണ്ട്. കർത്താവിന്റെ അഭിഷേകം നിങ്ങളുടെ പേരുണ്ട്. ഹല്ലേലൂയ. ഈ ദേവദാസന്മാർ നിങ്ങൾ നയിക്കും. GCCയുടെ ചുമതല വഹിക്കുന്ന പാസ്റ്റർ റജി കുര്യനാണ്. ഈ UAE-യിലുള്ള പ്രവർത്തനങ്ങൾ നേതൃത്വം കൊടുക്കുന്ന ഈ പാസ്റ്റർ സഞ്ജുവാണ്. ഈ ദുബായിലുള്ള ചർച്ചിന്റെ ലീഡർഷിപ്പ് ഈ രണ്ട് ദേവദാസന്മാരും കൂടി ചേർന്നാണ് ഇവിടെ ചെയ്യുന്നത്. കർത്താവ് നമ്മുടെ കൂടെയുണ്ട്. കർത്താവിന്റെ അഭിഷേകം നിങ്ങളിലുണ്ട്. നിങ്ങൾ ചെയ്യേണ്ടത് ജനത്തെ സ്നേഹിക്കുക. ജനത്തെ യേശു ജനത്തിന്റെ കാലുകടി ശിഷ്യന്മാരുടെ കാലുകടിയതുപോലെ ജനത്തെ ശുശ്രൂഷിക്കുക. താഴ്മയുള്ളവരായി യേശുവിന്റെ സ്വഭാവമുള്ളവരായി ജനത്തിന്റെ മുമ്പിൽ യേശുവിന്റെ പ്രതിനിധികളായി നിൽക്കുക. കർത്താവ് നിങ്ങളുടെ കൂടെയുണ്ട്. ഹല്ലേലൂയ. ദേശത്തെ പിടിച്ചെടുക്കുവാൻ വേണ്ടിയിട്ട്, ദേശത്ത് ദൈവരാജ്യത്തെ ദൈവരാജ്യം വ്യാപിപ്പിക്കാൻ വേണ്ടിയിട്ട് ജനത്തെ ഒരുക്കിയെടുക്കുന്ന ശുശ്രൂഷയ്ക്ക് വേണ്ടി കർത്താവ് നിങ്ങൾ ജയിച്ചിരിക്കുകയാണ്. ഞങ്ങളെല്ലാവരും നിങ്ങളുടെ കൂടെയുണ്ട്. നിങ്ങളോട് പ്രാർത്ഥിക്കുന്നതായിരിക്കും. പാസ്റ്റർ രജി കുര്യൻ ഇടയ്ക്കിടയ്ക്ക് ഇനി ഇവിടെ വന്ന് നിങ്ങളെ ഉത്സാഹിപ്പിക്കണമെന്ന് ഞാൻ അദ്ദേഹത്തോട് അഭ്യർത്ഥിക്കുകയാണ്. എനിക്കും സമയം കിട്ടുമ്പോഴൊക്കെ ഞാൻ വരുന്നതായിരിക്കും. കർത്താവ് നിങ്ങളെ കുറിപ്പിക്കട്ടെ. ഹല്ലേലൂയ. ഒരു വാക്ക് നന്ദി പറയുവാൻ ആഗ്രഹിക്കുന്ന കടന്നു വന്ന എല്ലാ പ്രിയപ്പെട്ടവരും, നമ്മുടെ ചർച്ചിലുള്ളവരുണ്ട്, പ്രിയ സുഹൃത്തുക്കളുണ്ട്, പേരെടുത്ത് ഞാൻ പറയുന്നില്ല. ദൈവദാസന്മാർ ഉണ്ട് നമ്മുടെ മധ്യേ. സമയക്കുറവ് കൊണ്ട് ആർക്കും സമയം പലർക്കും കൊടുക്കുവാൻ കഴിഞ്ഞിട്ടില്ല. നിങ്ങൾ ക്ഷമിക്കണമെന്ന് അപേക്ഷിക്കുന്നു. പ്രത്യേക അബുദാബിയിൽ ഒക്കെ കടന്നു വന്ന എല്ലാവരോടും ദൈവനാമത്തിൽ ഞങ്ങളുടെ സ്നേഹവന്ദനം എൻ്റെയും കുടുംബത്തിൻ്റെയും അറിയിക്കുന്നു. കർത്താവിന്റെ ദാസൻ പ്രാർത്ഥിച്ച് ആശീർവാദം പറയുന്നു. എല്ലാവർക്കും ഒരു നിമിഷം എഴുന്നേറ്റ് നിന്ന് കൺക്ലൂഡ് ചെയ്ത് ഞങ്ങളുടെ ദൈവമേ, സ്വർഗീയ പിതാവേ, എൻ്റെ മക്കളാ നിങ്ങൾ ഒരുമിച്ച് ചേർന്ന് പ്രാർത്ഥിക്കുന്നു. ഞങ്ങളിൽ കൂടെ നിന്റെ പ്രവൃത്തി ആരംഭിച്ചവൻ അവസാനത്തോടും തികയ്ക്കുമല്ലോ. കർത്താവ് പറഞ്ഞു, ദൈവരാജ്യം സമീപിച്ചിരിക്കുന്നു, മാനസാന്തരപ്പെട്ട് സുവിശേഷത്തിൽ വിശ്വസിക്കുക. കർത്താവേ, ആ 120 പേർ കൂടിയിരുന്നപ്പോൾ അവിടെ അടിച്ച കാറ്റും അഗ്നിയുടെ നാവുകളും 3000 പേരെ കൂട്ടിവരുത്തി ഒരു സ്നാനം നടന്നുവെങ്കിൽ ഈ ദുബായ് പട്ടണത്തില് ഒരു ആത്മസാന്നിധ്യം പട്ടണത്തിലെ ജനത്തെ ഒരുക്കണമെന്ന് ഞങ്ങൾ പ്രാർത്ഥിക്കുകയാണ്. ഓ കാരാഗ്രഹത്തിന്റെ പൈശാചിക കോട്ടയുടെ അടിസ്ഥാനങ്ങൾ കുലുക്കിയതുപോലെ, അടിസ്ഥാനങ്ങളെ ഇളക്കിയതുപോലെ അനേക പ്രമാണിമാരെ ഈ ചർച്ചിലേക്ക് സ്വർഗം കൂട്ടി വരുത്തുമാറാകണം. രക്താംബരക്കാരിയെ വിടുവിച്ചതുപോലെ കർത്താവ് അനേക ആത്മാക്കളെ ഈ ദേശത്ത് നൽകണമെന്ന് പ്രാർത്ഥിക്കുന്നു. ഓ ശമരിയിൽ ഉണർവുണ്ടായതുപോലെ ഒരു ഉണർവ് ഇവിടെ ഉണ്ടാകുവാൻ ഞങ്ങൾ പ്രാർത്ഥിക്കുന്നു. ഓ റമാന സാന്തുരിയ പ്രവനഘടകം കർത്താവ് ചെയ്യാൻ പോകുന്നത് ഞാൻ അറിയുന്നു. ബർന്നബാസിനെയും പൗലോസിനെയും ശുശ്രൂഷയ്ക്കായി വേർതിരിച്ചതുപോലെ ഞങ്ങൾ ഇന്ന് പ്രാർത്ഥിച്ച നിന്റെ ഭക്തന്മാരെ ഇവിടെ ഉപയോഗിക്കണമെന്ന് പ്രാർത്ഥിക്കുന്നു. സഭാ ജനത്തെ അനുഗ്രഹിക്കണമേ. 120 പേരുടെ മേൽ കത്തിയ സാന്നിധ്യം 3000 പേരെ സ്നാനത്തിലേക്ക് നയിച്ചെങ്കിൽ
ഈ സഭയിൽ കത്തുന്ന ജനം ഈ രാജ്യത്തെ ദേശത്തെ പിടിച്ചടക്കുവാൻ 7 സ്റ്റേറ്റുകളെ പിടിച്ചടക്കുവാൻ അത് ഉപയോഗിക്കണം പ്രാർത്ഥിക്കുന്നു. നിന്റെ മക്കളെ മുഴുവൻ അടിയൻ അനുഗ്രഹിക്കുന്നു യേശുവിന്റെ നാമത്തിൽ തന്നെ. പിതാവാം ദൈവത്തിന്റെ സ്നേഹം, ഏകജാതനായ പുത്രന്റെ കൃപ, പരിശുദ്ധാത്മാവിന്റെ കൂട്ടായ്മ, നാം പ്രാർത്ഥിച്ച എല്ലാ കാര്യങ്ങളോടും നമ്മോടും ഇന്നിവിടെ ആരംഭിക്കുന്ന ദൈവസഭയോടും കർത്താവിന്റെ വരവോടും ഉണ്ടായിരിക്കുമാറാകട്ടെ. യേശു ക്രിസ്തു മുഖാന്തരം ഇന്ന് ചേർത്ത ദൈവത്തിന്റെ മഹത്വം. ഹല്ലേലൂയ, ഹല്ലേലൂയ, ഹല്ലേലൂയ. Praise the Lord. എല്ലാവർക്കും ഭക്ഷണം ക്രമീകരിച്ചിട്ടുണ്ട്. അതിലൂടെ പങ്കുചേർന്നിട്ടേ കടന്നു പോകാമെന്ന് അപേക്ഷിക്കുന്നു.